100 ദിവസം കഴിഞ്ഞു, അടിപൊട്ടി. കോൺഗ്രസ് ഗവൺമെന്റുകളുടെ ഏറ്റവും വലിയ ശാപമാണ് ഗ്രൂപ്പിസം. കെ കരുണാകരന്റെയും ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ ഭരണകാലം എടുത്തു നോക്കിയാൽ അവർ തമ്മിൽ തല്ലിയാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അവരുടെ ശ്രദ്ധ മുഴുവൻ ഗ്രൂപ്പിസത്തിലാണ്. ആദ്യം ഈ പറഞ്ഞതുപോലെ 10-100 ദിവസം മര്യാദയ്ക്ക് ഭരിക്കും, അതിനുശേഷം പിന്നീട് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള അടിയാണ്. AK ആന്റണി ഇപ്പോൾ മൗനത്തിലാണ്. അദ്ദേഹമാണ് ഒരു കാലത്ത് എ ഗ്രൂപ്പിന് നേതൃത്വം നൽകിയത്. ആന്റണി ഗ്രൂപ്പ് എന്ന പേരിലാണ് എ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് പോലും. അതിനുശേഷം പിന്നീട് നമുക്കറിയാമല്ലോ, കെ കരുണാകരന്റെ ഐ ഗ്രൂപ്പ്, ഇന്ദിര കോൺഗ്രസ് എന്ന നിലയിൽ കെ കരുണാകരനാണ് കോൺഗ്രസിന്റെ എല്ലാം എന്ന് വാദിച്ചുകൊണ്ട് കെ കരുണാകരൻ വരുന്നു. AK ആന്റണിയുടെ പിന്നിൽ ഉമ്മൻചാണ്ടി നിലയുറപ്പിക്കുന്നു. ഇതിനിടയിൽ രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ ചേർന്നുകൊണ്ട്, ഷാനവാസും അടക്കമുള്ളവർ ചേർന്നുകൊണ്ട് തിരുത്തൽവാദി ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു. അങ്ങനെ കോൺഗ്രസ് ഭരണത്തിൽ ഉണ്ടാകുന്ന ഗ്രൂപ്പിസവും വ്യക്തി വൈരാഗ്യവും എന്തുകൊണ്ട് ഇല്ല എന്ന ചോദ്യത്തിന് ഇതാ വരുന്നു ഉത്തരം. അടി തുടങ്ങിയിരിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിലെത്തി 100 ദിവസം പിന്നിടുന്നു, മധുവിധു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാ വരുന്നു അടി. കോൺഗ്രസിന് ഉള്ളിൽ തന്നെ പഴയതുപോലെ ഇപ്പോൾ കോൺഗ്രസിൽ അങ്ങനെ ഗ്രൂപ്പുകളൊന്നുമില്ല. നേരത്തെ തിരുത്തൽവാദിയായിരുന്ന കെ കരുണാകരന്റെ കൂടെ ഐ ഗ്രൂപ്പ് ആയിരുന്ന രമേശ് ചെന്നിത്തല പിന്നീട് തിരുത്തൽവാദിയായി, പിന്നീട് ഐ ഗ്രൂപ്പിലേക്ക് മടങ്ങിപ്പോയി. ആന്റണി ഏറെക്കുറെ നിശബ്ദനായതോടുകൂടി കെ കരുണാകരന്റെ മരണത്തിന് ശേഷം, ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ഈ കോൺഗ്രസിൽ വലിയ തോതിൽ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നില്ല. നേതാക്കളുടെ പേരുള്ള ഗ്രൂപ്പുകൾ വളരെ കുറവായിരുന്നു. ഇപ്പോൾ അത് സജീവമായി വരുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ആരൊക്കെ തമ്മിലാണ് ഇവിടെ അടിവെക്കുന്നത്? കോൺഗ്രസ് നേതാവായിട്ടുള്ള റോജി എം ജോൺ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് റോജി എം ജോൺ. പിന്നീട് ആരാണ് മറുഭാഗത്ത് നടിക്കുന്നത്? കെ മുരളീധരൻ, ആരോഗ്യമന്ത്രിയാണ്. രണ്ടുപേരും കൂടി പരസ്യമായ അടി തുടങ്ങിയിരിക്കുകയാണ്. അതായത് VD സതീശൻ സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ ഇതാ തുടങ്ങി കോൺഗ്രസിന്റെ എന്നേക്കുമായിട്ടുള്ള ശാപമായ ഗ്രൂപ്പിസവും വ്യക്തി വൈരാഗ്യവും പരസ്യപ്പെടുത്തിക്കൊണ്ടുള്ള അടി തുടങ്ങിയിരിക്കുകയാണ്. 2 മന്ത്രിമാരാണ് ഇപ്പോൾ ഈ അടി തുടങ്ങി വെച്ചിരിക്കുന്നത്, റോജി എം ജോണും കെ മുരളീധരനും. ഇനി അടിയുടെ പരമ്പരയായിരിക്കും വരാൻ പോകുന്നത്. ഈ വരുന്ന അടുത്ത 5 വർഷത്തേക്ക്, അതായത് ഈ സർക്കാർ കാലാവധി തീർക്കും എന്നതിന് മുൻപായി നമുക്ക് കണ്ടറിയാം എത്രത്തോളമാണ് UDF ദുഷിക്കുന്നത്, എങ്ങനെയാണ് കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുന്നത്, എങ്ങനെയാണ് കോൺഗ്രസിനെ തള്ളി വീണ്ടും CPM-നെ ജനങ്ങൾ അവരോധിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ഇവരുടെ തമ്മിൽ തല്ല് കാരണമാണ്. കാരണം അത്രമാത്രം പൊറുതിമുട്ടി. കെ കരുണാകരനെ പോലും പുറത്താക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. DIC എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചുകൊണ്ട് കെ കരുണാകരൻ ഗ്രൂപ്പിസത്തിന് എതിരായി കൂടുതൽ ഊർജം പകർന്ന നേതാവാണ്. അപ്പുറത്ത് ആന്റണിയും ഉമ്മൻചാണ്ടിയും അതാ നിൽക്കുന്നു കരുണാകരന് എതിരായി. അന്ന് കെ മുരളീധരൻ നടത്തിയ പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അങ്ങനെ കെ കരുണാകരന്റെ മകൻ കൂടിയായ ശൗര്യത്തിന് ഒരു കുറവുമില്ലാത്ത, പഠിച്ച പണി 18 അറിയാവുന്ന ഗ്രൂപ്പിസം എങ്ങനെയാണ് ഒരാളെ ഒതുക്കേണ്ടത് എന്നുള്ളതിന്റെ എല്ലാ മർമ്മവിദ്യകളും അച്ഛൻ കെ കരുണാകരൻ പഠിച്ച കെ മുരളീധരനോടാണ് റോജി എം ജോൺ ഏറ്റുമുട്ടാൻ പോകുന്നത്. നമുക്ക് അറിയാമല്ലോ, റോജി എം ജോണിന് NSUവിന്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അദ്ദേഹത്തിന് താഴേക്കിടയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കെ മുരളീധരനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ കുറവാണ്. 2016 അദ്ദേഹം അങ്കമാലിയിൽ നിന്ന് ജയിക്കുന്നത്. അങ്ങനെ കെ മുരളീധരനെ പോലുള്ള പൂഴിക്കഴകനൊന്നും കാര്യമായി അറിയാത്തയാളാണ് റോജി എം ജോൺ. പക്ഷേ ആ റോജി എം ജോൺ അടിക്കാനുള്ള വടി കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നമെന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് പ്രൊഫഷണൽ കോഴ്സിലേക്കുള്ള ഫീസും അതേപോലെ പ്രവേശനവും ഉറപ്പാക്കുന്നതിനായി ഒരു സമിതിയെ രൂപീകരിക്കണമല്ലോ. ആ സമിതി റോജി എം ജോൺ ഏകപക്ഷീയമായി നിയമിച്ചിരിക്കുന്നു, ആ സമിതിയെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നമായി വന്നിരിക്കുന്നത്. അതിനെ കെ മുരളീധരൻ എതിർത്തിരിക്കുകയാണ്. ആ സമിതിയെ പിരിച്ചുവിടണം. കാരണം സ്വാശ്രയ മാനേജ്മെന്റ് രംഗത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നത് MBBS സീറ്റുകളാണല്ലോ. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയുമായി ഒരു കൂടിയാലോചന ഇക്കാര്യത്തിൽ വേണ്ടതാണ്. അത്തരം ഒരു യുക്തി എന്തുകൊണ്ടോ റോജി എം ജോണിന് ഇല്ലാതെ പോയി. ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നത്
ആ സമിതിയെ റോജി എം ജോൺ പിരിച്ചുവിട്ടില്ല എങ്കിൽ ഞാൻ പകരമായി പുതിയ സമിതിയെ ഉണ്ടാക്കുമെന്നാണ് കെ മുരളീധരന്റെ വെല്ലുവിളി. മര്യാദയ്ക്ക് സമിതിയെ പിരിച്ചുവിടുക, ആ സമിതിയെ പിരിച്ചുവിട്ടില്ല എങ്കിൽ ഞാൻ പുതിയ സമിതിയെ ഉണ്ടാക്കുമെന്ന് കെ മുരളീധരൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതോടുകൂടി കോൺഗ്രസിലെ അടി പൊട്ടിത്തുടങ്ങി എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. ആദ്യത്തെ അടിപൊട്ടി ഇതാ പരസ്യമായിട്ടുള്ള മന്ത്രിമാർ തമ്മിലുള്ള പഴയ കെ കരുണാകരൻ ആന്റണി കാലത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു പോകുന്നു എന്നതിന്റെ സൂചന നൽകിക്കൊണ്ട് റോജി എം ജോണും കെ മുരളീധരനും മുഖാമുഖം നിന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയാണ്. റോജി എം ജോണോട് കെ മുരളീധരൻ പറയുന്നു, മര്യാദയ്ക്ക് ആ സമിതിയെ പിരിച്ചുവിടുക, ഇല്ലെങ്കിൽ ഞാൻ പുതിയ സമിതി ഉണ്ടാക്കും. അപ്പോൾ കിടന്ന് കയ്യാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മുരളീധരൻ പറയുന്നത് മര്യാദയ്ക്ക് ആ സമിതിയെ പിരിച്ചുവിടുക, അതാണ് റോജി എം ജോൺ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. മറ്റൊന്ന്, എന്തുകൊണ്ട് എന്നോട് ആലോചിച്ചില്ല? ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ എന്നോട് കൂടി ആലോചിക്കേണ്ടിയിരുന്നില്ലേ? അത് മന്ത്രിസഭയുടെ കൂട്ട് ഉത്തരവാദിത്വത്തിന്റെ ലംഘനമാണ് എന്ന നിലയിലാണ് ഇപ്പോൾ കെ മുരളീധരൻ നിലപാടെടുത്തിരിക്കുന്നത്. റോജി എം ജോണിന് അവിടെ വീണ്ടും ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ കോഴ്സിലെ ഫീസും പ്രവേശന നടപടികളും നിശ്ചയിക്കുന്ന ഈ സമിതിയുടെ അധ്യക്ഷനായി അദ്ദേഹം ആരെയാണ് നിയമിച്ചിരിക്കുന്നത്? മുൻ ഉപലോകായുക്ത ജസ്റ്റിസ് കെ പി ബാലചന്ദ്രനെയാണ് റോജി എം ജോൺ ഈ സമിതിയുടെ അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നത്. അവിടെ ഒരു നിയമപ്രശ്നമുണ്ട്. കാരണം ലോകായുക്ത, ഉപലോകായുക്ത എന്നീ പദവികൾ വഹിച്ച ഏതെങ്കിലും ജഡ്ജിമാർ പിന്നീട് സർക്കാർ നടത്തുന്ന ഒരു നിയമനത്തിലും ഏതെങ്കിലും ഒരു പദവിയിലും എത്തിപ്പെടാൻ പാടില്ല എന്ന് നിയമമുണ്ട്. മുൻ LDF സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ റോജി എം ജോൺ നിയമിച്ചതുപോലെ പ്രൊഫഷണൽ കോഴ്സിന്റെ പ്രവേശനവും ഫീസും നിശ്ചയിക്കുന്നതിനുമായി ബന്ധപ്പെട്ട സമിതി രൂപീകരിച്ചപ്പോൾ അന്ന് LDF സർക്കാർ മുൻ ഉപലോകായുക്ത ബാബു മാത്യു പി ജോസഫിനെയാണ് ഇതേ സ്ഥാനത്ത് നിയമിച്ചത്. എന്നാൽ അന്നത്തെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വ്യാപകമായി പരാതി നൽകി. ഇത് നിയമവിരുദ്ധമായ നിയമനമാണ്, ഒരു കാരണവശാലും ഉപലോകായുക്തയുടെ ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ബാബു പി മാത്യുവിനെ ഈ സമിതിയുടെ അധ്യക്ഷനാക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് പരാതി പ്രളയമുണ്ടായപ്പോഴാണ് അദ്ദേഹത്തെ LDF സർക്കാർ മാറ്റിയത്. പിന്നീട് LDF സർക്കാർ ഈ ബാബു പി മാത്യുവിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓംബുഡ്സ്മാനായി നിയമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഗവർണർ അതിന് അംഗീകാരം നൽകിയില്ല, കാരണം നിയമവിരുദ്ധമാണ്. ഇപ്പോൾ നടക്കുന്നത് എന്താണ്? റോജി എം ജോൺ കെ മുരളീധരനുമായി ആലോചിക്കാതെ പ്രൊഫഷണൽ കോഴ്സിന്റെ പ്രവേശനത്തിനും ഫീസ് നിശ്ചയിക്കാനുമായി സമിതിയെ നിയോഗിച്ചു എന്ന് മാത്രമല്ല, ആ സമിതി അധ്യക്ഷനായി മുൻ ഉപലോകായുക്ത ജസ്റ്റിസ് കെ പി ബാലചന്ദ്രനെയും നിയമിച്ചിരിക്കുകയാണ്. ഇതാണ് അടിപൊട്ടാൻ കാരണം. 100 ദിവസത്തെ മധുവിധു കഴിഞ്ഞിരിക്കുന്നു, ഇതാ തുടങ്ങിയിരിക്കുന്നു അടി. ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ കളിയിൽ നമ്മൾ അംഗങ്ങളല്ല, നമ്മൾ ഗ്യാലറിയിൽ നിന്ന് കളി കാണേണ്ടവരാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.